ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിട്ടുണ്ട്. എൻ്റെ പെറ്റാച്ചൻ്റെ വീട്ടിലുള്ള. അപ്പോൾ അങ്ങനെ ഇതാ ഒരു 4 മണി 4:30 ആയിട്ട് പേണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷടപടീന്നൊരു മാറ്റലായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ വയനാട്ടിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. കുറച്ച് മോർണിംഗ് ഒക്കെ ആയപ്പം നമ്മൾ സ്നാക്സ് ഐറ്റംസ് കഴിക്കായിരുന്നു. പിന്നെ എൻ്റെ ഫോണിലായിരുന്നു പാട്ട് വെച്ചത്. അപ്പോൾ ഇടയ്ക്ക് കുറേ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് പോവാണ്. അങ്ങനെ ചുരമൊക്കെ കയറി കഴിഞ്ഞ പാടിന് ഒരു സ്പോട്ടിലെത്തിയപ്പം അവിടെ ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനുമല്ല, തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നു ട്രിപ്പ് പോയിട്ടുണ്ടായത്. ഉപ്പാൻ്റെ ഫാമിലിയിലെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 2-3 ഫാമിലിയിലെ ആൾക്കാർക്ക് വരാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്പോട്ട് ഇതാണ്. ഇത് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര എക്സൈറ്റഡിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ കുറച്ച് ടീംസ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ആണ്. എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോവും ഓരോ ഫാമിലി പിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുട്ടീസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഒരുപാട് ഫാമിലീസ് വേറെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. എന്നാലും ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ, കപ്പിൾസായിട്ടും അങ്ങനെയൊക്കെ ആയിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സ്പോട്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബസ്സിലേക്ക് കയറിയിട്ട് വന്നിട്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്പോട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു പ്ലേസിലെത്തിയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പ്ലേസ് മാനന്തവാടി ആട്ടോ. അവിടെയുള്ളൊരു ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ എൻ്റെ ആമാൻ്റെ കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കുറച്ച് സമയം ഓളൊക്കെ എടുത്ത് അവിടെ നിന്നു. പിന്നെ ഇതാ നമ്മൾ ബസ്സിലോട്ടേക്ക് കയറാണ്, കാരണം നമുക്ക് അടുത്ത് സ്പോട്ട് പിടിക്കണം. അപ്പോൾ ഇതാട്ടോ നമ്മൾ വന്നിട്ടുണ്ടായ ബസ്. അങ്ങനെ ബസ്സിൽ കയറിയ പാടെ പാട കഴിച്ചു. പിന്നെ പാട്ടൊക്കെ വെച്ച് എല്ലാവരും അടിച്ച് പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റുള്ള സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നു. ഇവിടെ എന്നൂർ എന്ന് പറഞ്ഞ ട്രൈബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ബസ് ഇവിടെ റോഡിൽ സൈഡാക്കിയിട്ട് ടിക്കറ്റ് എടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കാക്കന്മാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ ഇറങ്ങാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അവിടെ പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിലാണെങ്കിൽ ഇരുന്നിട്ട് നല്ല ചൂടാണ്. അപ്പോൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഇപ്പം കയറാൻ കഴിയില്ല, കുറേ ടൈം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതാ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഇടയ്ക്കൊരു കലമ്മക്കായൊക്കെ കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അടുത്ത സ്പോട്ട് ലക്കിടി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടെ കുറേ മങ്കീസൊക്കെ ഉള്ളതുകൊണ്ട് ഫോണൊക്കെ എടുത്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോണും കൊണ്ട് തന്നെയാണ് പോയത് കേട്ടോ, കാരണം എനിക്ക് വീഡിയോസ് എടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ കുറേ മങ്കീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരെണ്ണത്തിനെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ പണ്ടെങ്ങാനും ഒരിക്കൽ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു ഓർമ്മയുള്ള കേട്ടോ. പിന്നെ വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ വലിയ ക്ലാസ്സിലെത്തിയപ്പം ട്രിപ്പൊക്കെ അങ്ങോട്ട് ഗോവ അങ്ങോട്ടൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഈ പ്ലേസിൽ ഞാൻ വന്നിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് എൻ്റെ ഫോണിൻ്റെ ക്യാമറയൊക്കെ ഒന്ന് സൂം ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇവിടുന്ന് മർക്കസ് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറച്ച് സമയം നിന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയിട്ടോ, ടിൻസാനിയ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോയത്. ജസ്റ്റ് കണ്ടപ്പോൾ കയറിയതാട്ടോ, നമ്മുടെ ലിസ്റ്റിലില്ലാത്ത പ്ലേസ് ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറി. അവിടെ കിഡ്സിന് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയവർക്ക് കയറാൻ പറ്റിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബ്രേക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ് ഉള്ളത്. പിന്നെ ആണെങ്കിൽ ആകാശത്തോണി ഉണ്ടായിരുന്നു, പക്ഷെ അത് മെല്ലനെ പോകുന്നുള്ളൂ, അതുകൊണ്ട് പിന്നെ എനിക്ക് കയറാൻ തോന്നിയില്ല. പിന്നെ വേറൊരു കിഡിലനായിട്ട് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് അടിപൊളിയാട്ടോ. അതിൽ കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ പേടിയായിട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ ടിക്കറ്റ് അവിടെ നല്ല തിരക്കാട്ടോ എടുക്കുന്നവിടെ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ടൈം കുറേ വെയിൽ ഞാൻ കൊണ്ടിട്ടോ, ഇഷ്ടംപോലെ വെയിൽ ഞാൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ തലവേദന എന്തായാലും ഉറപ്പായി. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. പിന്നെ ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ കിഡ്സിനാണെങ്കിൽ ഫുൾ റൈഡിനും കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ആട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ ഇതാ നമ്മളതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറാണ്. അപ്പോൾ കയറുമ്പം തന്നെ ഇതാ ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ, നൈസാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കിഡ്സൊക്കെ ഭയങ്കര എക്സൈറ്റഡിലാട്ടോ ഉള്ളത്.
ഉള്ളിൽ കയറിയിട്ട് എല്ലാവരും ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ആണെങ്കിൽ കയറുമ്പം തന്നെ റൈറ്റ് സൈഡിൽ കിഡ്സിൻ്റെ പാർക്കുണ്ട്. സോ പിള്ളേരൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി. പിള്ളേരൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായത് കേട്ടോ. നമ്മളാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാണ്ട് കുറേ സമയം അടുത്ത് നിന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് വെറുതെ ഇങ്ങനെ പോവാം. അപ്പോൾ ഇതാ ബ്രേക്ക് ഡാൻസിൻ്റെ സംഭവം ഇവിടെ പണി നടക്കുകയാണ്. നമ്മൾ ഇതാ ഈ സൈഡിലായിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. സോ അതൊക്കെ ഇങ്ങനെ നോക്കാൻ വിചാരിച്ചു. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ നടപ്പായിരുന്നു. ഇവിടെ ഒരു റൈഡ് ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ മെല്ലനെ ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനും കയറിയില്ല. നല്ല ഉയരത്തിലുള്ള സ്പീഡിലൊക്കെ പോകുന്ന ഞാൻ അടിപൊളിയായിരിക്കും, ആകാശത്തോണിയൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ ഇവിടെ ക്ലിപ്പാട്ടോ ഇത് നമ്മളെ ഹെയറിൽ ഇതാക്കുന്ന നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ്. ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കായിരുന്നു. അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഇതൊക്കെ നോക്കി. പിന്നെ അപ്പുറത്തെ സൈഡാണെങ്കിൽ ടീ പൗഡർ ഏരിയ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. സ്പൈസസിൻ്റെതും ബാഗിൻ്റെതും ഒക്കെ ഉണ്ട് കേട്ടോ. ഫാൻസി ഷോപ്പ് ആവട്ടെ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ഓട്ടമായിരുന്നു കേട്ടോ ഉള്ളിലേക്ക്. കാരണം ഒരുപാട് ബാഗിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ഓഫ് ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രസമുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ കയറിയിട്ട് പോകാം കേട്ടോ. അപ്പുറത്തെ സൈഡാണെങ്കിൽ ഒരു ഫാൻസി ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ ഡ്രസ്സിൻ്റെ ഐറ്റംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് റിംഗ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഒന്ന് നോക്കായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കലാട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമുക്കവിടെ വേറെ പണിയുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ നോക്കി നടക്കാൻ വിചാരിച്ച്. പിന്നെ ജസ്റ്റ് ഒരു വാട്ടർ തീം പാർക്ക് പോലെ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ, കിച്ചനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവരൊക്കെ ഫുൾ അങ്ങോട്ട് ഓരോന്നിൽ കയറലായിരുന്നു. ഇവിടുത്തെ ഹാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, ക്ലോക്കും ഹാറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, എനിക്ക് കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പേടി കാരണം ഞാൻ കയറിയില്ല കേട്ടോ. അവരതിൽ പോകുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിന്ന് പടപടാ ഇപ്പായിരുന്നു. അത്രയും പേടിയായിരുന്നു കണ്ടപ്പോൾ. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോരുത്തരും ഓരോന്നിൽ കയറുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കലായിരുന്നു കേട്ടോ. പാർക്കും അടിപൊളിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഗാർഡനിങ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ സിപ്പ് ലൈനിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒന്നിനും കയറാണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ ഒരു മുന്തിരി ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഇപ്പോൾ ടൈം ആയിട്ടുണ്ട് ഇറങ്ങാനുള്ള. നമ്മളെ ടൈം ആട്ടോ, അവിടെ രാത്രി വരെ എങ്ങാനുണ്ട് തോന്നുന്നു. അടുത്തതായിട്ട് എന്നെ ഒരു ട്രൈബൽ വില്ലേജ് കാണാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇനിയിപ്പോൾ കുറേ ടൈം വെയിറ്റ് ചെയ്യണം ഉള്ളിൽ. എന്താ പറയുക, വെയിലും ഉണ്ട് പക്ഷെ നല്ല കാറ്റും ഉണ്ട്. ഒക്കെ കൂടി ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഉള്ളിലോട്ട് കയറി മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഉപ്പിലിട്ടത്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വിചാരിച്ച്. പിന്നെ പൈനാപ്പിളും നെല്ലിക്കയും അതൊക്കെ കഴിച്ച് അങ്ങനെ സമയമാക്കിട്ടോ. വണ്ടി വന്നിട്ട് നമ്മൾ അതിൽ കയറി. അപ്പോൾ ജീപ്പിലായിരുന്നു കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ട് എത്തണം. നല്ല വെയിലുണ്ടായതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, തലവേദന വരുമെന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ എനിക്ക് തലവേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2 പ്ലേസിൽ നിന്നും നല്ലോണം വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നൂര് എന്ന് പറഞ്ഞ പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഒരുപാട് നടക്കാനുണ്ട്. വെയിൽ കൊണ്ട് നടക്കും വേണം. ഞാനാണെങ്കിൽ തലവേദന എടുത്ത് ഇങ്ങനെ സൈഡാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കയറി മുകളിലോട്ട് എത്തണം. അപ്പോൾ നമ്മൾ കുറേ റെസ്റ്റൊക്കെ എടുത്ത് കുറേ ഇരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ കുറച്ച് കയറി മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.